ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണോ? ഇന്ന് നമുക്കൊരു ഫുഡ് വ്ളോഗായാലോ? അടിപൊളി ഫുഡ് കഴിക്കണ വ്ളോഗ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ചേറ്റുവല്ല ഷാസ് BBQ ആൻഡ് സീ ഫുഡിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിവിടെ വന്നിട്ട് ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇക്ക പാർസൽ മേടിച്ചു തരുന്നൊരു ബാർബിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഈ വഴി വരെ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ഫുഡാണ് കഴിക്കാറ്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, എനിക്കും ഇഷ്ടം തന്നെയാണ്. അതുപോലെ ഇക്കാക്ക് കൊടുത്ത ഫുഡ് അടിപൊളിയായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുവരും ഞാൻ ചേട്ടൻ മൊത്തമായിട്ട് ഡെലിവറി ചെയ്ത് തരും അവർ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൈയൊക്കെ കഴുകി സെറ്റായിട്ട് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാ മോളും നമ്മൾ ആദമും അതുപോലെ നമ്മളിക്ക ഫോണിൽ എന്തോ മെസ്സേജ് നോക്കിയെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറാട്ടയും അതുപോലെ തന്നെ നമ്മൾ ചില്ലി ചിക്കനും പിന്നെ കല്ലുമ്മക്കായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കല്ലുമ്മക്കായ പിന്നെ സാലഡ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. ചില്ലി ചിക്കൻ പിന്നെ ഇക്കാടെ മസ്റ്റ് ഫേവറേറ്റ് ആണ്. കാരണം ഇക്കാക്ക് എവിടെ പോയാലും ചില്ലി ചിക്കനാണ് ഇഷ്ടം. ഇക്കാക്ക് ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് മാറ്റി പിടിച്ചിട്ട് മനുഷ്യന്ന് പറയും. കാരണം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി ചിക്കൻ. അതെന്താണെന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഞാനിങ്ങനെ വേറൊക്കെ മേടിക്കും, ഒന്ന് മാറ്റി പിടിച്ച് നോക്കും. അങ്ങനെയാണ് ഞാൻ കല്ലുമ്മക്കായി പറഞ്ഞത്. പക്ഷേ കല്ലുമ്മക്കായി പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ റേറ്റ് ചോദിച്ചപ്പോൾ 350 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ടാന്നായിട്ട് പറഞ്ഞത്. അപ്പം ഇക്ക പറഞ്ഞു നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം, പൈസ വെച്ചിട്ട് കഴിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കച്ചും ചീത്ത പറഞ്ഞു. ഇക്ക അങ്ങനെയാണ് കേട്ടോ, എന്താ ഇഷ്ടമുള്ളത് അത് മേടിച്ച് കഴിക്കണം, എന്താ വേണ്ടത് അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ ആകുക. പക്ഷെ എനിക്കങ്ങനെയല്ല കേട്ടോ. ഞാൻ അങ്ങനെ കല്ലുമ്മക്കായി കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, എന്താ പറയുക, എനിക്ക് പേടിയായിരുന്നു. കാരണം എത്ര റേറ്റുള്ള ഫുഡ് കൊടുത്തിട്ട് നമ്മൾക്ക് ഇനി അത് ഇഷ്ടമായില്ലെങ്കിൽ പോയില്ലേ. അതുകൊണ്ട് ഞാൻ അല്ലാത്ത ഇനി ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് നേരത്താണ്. പക്ഷേ മക്കളെ കഴിച്ചു നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. കാരണം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് ഈ കട റേഷൻ കണ്ടാലും അറിയാം, കണ്ടില്ലേ അടിപൊളി ടേസ്റ്റ്. കാരണം ഞാൻ എന്നിട്ട് ഈ കട പറഞ്ഞു നമ്മൾ റേറ്റ് നോക്കിയിട്ട് റേറ്റ് കൊടുത്തനുസരിച്ച് കഴിക്കാണ്ടിരിക്കണം. അപ്പം ഇക്കിനെ ചീത്ത പറഞ്ഞു. അപ്പോൾ ചീത്ത പറഞ്ഞ് അതിനോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്ത് ഇഷ്ടമുള്ളത് അത് മേടിച്ച് കഴിക്കുക. ഈ അപ്പം അങ്ങനെ വേണ്ടാന്ന് പറയുന്നുണ്ടെന്ന് എനിക്കത് കഴിക്കാൻ പറ്റിയെന്ന് ടേസ്റ്റ് അറിയാൻ പറ്റിയെന്ന് വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞു. പക്ഷേ എന്താ പറയുക, ഒരു രക്ഷയില്ല. ഞാൻ മസ്റ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ കല്ലുമ്മക്കായി പറയാൻ വാക്കുകളില്ല. കാരണം അത്രക്കും ടേസ്റ്റ് ആട്ടോ. നല്ല എനിക്കിഷ്ടമായി, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് മിക്കാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കല്ലുമ്മക്കായി. ചില്ലി ചിക്കൻ ഇഷ്ടമായില്ല എന്നല്ല, ചില്ലി ചിക്കനും സൂപ്പറാണ്. ഇപ്പോൾ കല്ലുമ്മക്കായി ഇല്ലെങ്കിൽ ചില്ലി ചിക്കൻ സൂപ്പറാണ്. ചില്ലി ചിക്കനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, ചില്ലി ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ കല്ലുമ്മക്കായി എടുത്ത് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ കല്ലുമ്മക്കായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എരിവ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമുണ്ടാവും കേട്ടോ. എന്താ കുറച്ച് എരിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ നമുക്ക് ചില്ലി ചിക്കനായിട്ട് നമുക്ക് കൊടുത്തത്. കല്ലുമ്മക്കായി എരിവ് പോലും അവനക്ക് കൊടുത്തില്ല, കാരണം നല്ല എരിവുണ്ട്. എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കും മിക്കാക്കും എന്താ കല്ലുമ്മക്കായി എന്ന് പറഞ്ഞ സംഭവം. നമ്മളിപ്പോൾ ആ 350 രൂപ കേട്ടിട്ട് നമ്മൾ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കിത് മിസ്സായി പോയായിരുന്നു. കാരണം ഇത്ര ടേസ്റ്റ്, എത്ര നല്ല ഫുഡ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല ചൂടുള്ള പൊറോട്ടയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് എന്തായാലും ഞാൻ പറയും, ഈ ഷാസിലോട്ട് വരണവരുണ്ടെങ്കിൽ എന്തായാലും അവിടെ കല്ലുമ്മക്കായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അതുപോലെ ചേറ്റുവ പോണ വഴിയുള്ളവരോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നമുക്കൊന്ന് പോകാൻ എന്നിട്ട് പുറത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കണവരുണ്ടെങ്കിൽ ഷാസിൽ വന്നിട്ട് എന്തായാലും അവിടുത്തെ കല്ലുമ്മക്കായ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് എന്തായാലും വെറുതെ ആവില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, അത്രക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചേട്ടാ ബബായി പണ്ട് പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ നമ്മൾ അവനക്ക് ഇവിടെ വന്നാൽ ഇതുമ്മ കയറി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അതുമ്മ കൂടെയൊക്കെ കയറി ഇറങ്ങി കളിച്ച് അവൻ്റെ പാപ്പയുടെ കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു. എന്താണ് വിശേഷം അല്ലേ?